സർ, ഇതെന്താ ഇത്രയധികം വിഷസ് വന്നിട്ടുണ്ടോ? ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഇപ്പോഴും അയക്കുന്നവരുണ്ടോ? ആക്ച്വലി നമ്മുടെ ആര്യ സർ എല്ലാ വർഷവും ഒരു സ്കൂളിൽ പോയി ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യായിരുന്നു. ബട്ട് ഈ പ്രാവശ്യം കോവിഡ് സിറ്റുവേഷൻ കാരണം ഒരു സ്കൂളും ഓപ്പൺ ഇല്ല. അതുകൊണ്ട് ആ സ്കൂളിലുള്ള ടീച്ചേഴ്സും സ്റ്റുഡൻസും അവർ തന്നെ സ്വയം ഉണ്ടാക്കിയ ഗ്രീറ്റിംഗ്സ് കാർഡ് സാറിന് അയച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനത്തില് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്താണെന്നറിയോ? കുട്ടികളുടെ കൂടെ സംസാരിക്കാനുള്ള അവസരം. എനിക്കും സ്വാതന്ത്ര്യ ദിനം വെച്ചാ ഓർമ്മ വരുന്നത് എന്റെ സ്കൂളാണ് സർ. സർ ഗ്രീറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും മക്കൾക്കും ആൻഡ് മുഖ്യമായിട്ട് ജനങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് വിഷസ് അറിയിക്കണം. സോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമോ? ഫൈൻ. ഞാനത് എന്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യാം. ഇറ്റ് വിൽ ലുക്ക് നാച്ചുറൽ. ഓക്കേ. റെഡി സർ? ഒരു മിനിറ്റ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും 73ാമത്തെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഈ വർഷം നമുക്കെല്ലാവർക്കും മുൻ വർഷങ്ങളെ പോലെയല്ല. ഈ വർഷം നമ്മളെല്ലാവരും അവരവരുടെ സ്വന്തം വീട്ടിലിരുന്നാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ജീവിതം പഴയതുപോലെ തന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നടക്കാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. ജയ് ഹിന്ദ്. അതുപോട്ടെ, ആദ്യമായിട്ട് അമ്പലത്തിൽ വന്നിട്ട് ദൈവത്തിനോട് എന്താ ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്താ ചോദിച്ചേ? നീ എന്താ ചോദിച്ചേ? ചോദ്യത്തിന് മറു ചോദ്യോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഓരോന്നും ചോദിക്കാറുമുണ്ട്. പക്ഷെ നീയോ അപൂർവമായിട്ടല്ലേ? അല്ലല്ലല്ല, ആദ്യമായിട്ടല്ലേ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നേ, അതുകൊണ്ടാ ചോദിച്ചേ. അപ്പൊ നീ പ്രാർത്ഥിച്ച എന്താന്ന് പറയില്ല അല്ലേ? ശരി, അതിലങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളെ സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുവന്നതിന് ഞാൻ വലിയൊരു താങ്ക്സ് പറഞ്ഞതാ. ഞാൻ തന്ന സാധനം ഇപ്പൊ വർക്കായത് കണ്ടില്ലേ? അതെന്താ? എന്ത് വർക്ക്? അയ്യോ, നീ ഡൽഹിക്ക് പോകുന്ന സമയത്ത് നീ സേഫ് ആയിട്ട് തിരിച്ചു വരണം, നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കൈ കിട്ടിയില്ലേ? അതാണ് ഇപ്പൊ വർക്കായത്. നമ്മൾ ഒരു പ്രാവശ്യം മനസ്സുകൊണ്ട് കണ്ണടച്ച് രക്ഷിക്കുന്ന പ്രാർത്ഥിച്ചാ അത് മതി. എന്ത് അപകടങ്ങളും വരട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്റെ ദൈവം എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാ നീ അന്ന് ഡൽഹി പോയപ്പോഴും പിന്നെ ഇപ്പോഴും ദൈവം രക്ഷിച്ചത്. എന്റെ ദൈവം എനിക്ക് തന്ന പ്രോമിസ് പാലിച്ചു. ഹീസ് ഗ്രേറ്റ്. ഇവനോട് പോയി. അയ്യോ, എവിടെയാ പോയത്? ഞാനിത് നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. താങ്ക് യു. സർ, ഇനി അടുത്തത് ഗണേശ് ചതുർത്ഥി വരുന്നുണ്ടല്ലോ, അതിനും കൂടി ചേർത്ത് ഞാനൊന്ന് എടുത്തോട്ടെ സർ? ഹേയ് കം ഓൺ മീര, ഇവിടെ എന്താ ഫിലിം ഷൂട്ടിംഗ് ആണ് നടക്കുന്നത്? ഒരു ദിവസം തന്നെ ഇത്രയൊക്കെ ഷൂട്ടിംഗ് നടത്തേണ്ട ആവശ്യമുണ്ടോ മീര? ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് മീര. ഇന്നിപ്പോ ഗണേശ് ചതുർത്ഥിക്ക് ആശംസകൾ പറയുന്നത് ശരിയല്ല. ഓക്കെ സർ. ഹേയ്, ഗണേശ ചതുർത്ഥി എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, സ്വാതന്ത്ര്യ ദിനത്തിനും ഗണേശ ചതുർത്ഥിക്കും കോമൺ ആയിട്ടൊരു ലിങ്ക് ഉണ്ട്, അറിയാമോ? സ്വാതന്ത്ര്യ ദിനാഘോഷം അത് വെറും ദേശഭക്തിക്ക് മാത്രം നടത്തുന്ന ഒന്നല്ല, ഇതൊരു ആഘോഷം കൂടിയാണ്. അതേപോലെ ഗണേശ ചതുർത്ഥി വെറും ആഘോഷം മാത്രമല്ല, ഇതൊരു ദേശഭക്തിയുടെ പ്രതീകമാണ്. മനസ്സിലായില്ലേ? പറയാം. നമ്മൾക്ക് ആഘോഷിക്കാൻ വേണ്ടി ഈ ജാതി വ്യത്യാസങ്ങള്, പണക്കാര് പാവപ്പെട്ടവരെന്ന ഭേദങ്ങളൊക്കെ വിട്ട് നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നാകാൻ വേണ്ടി
ഒത്തുചേരാൻ വേണ്ടി ലോകമാന്യ ബാലഗംഗാധര തിലകൻ ഗണേശ ചതുർത്ഥിയെ ശരിക്കും ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ദേശഭക്തിയും ഉണ്ട്, നമ്മളെന്ന ഭാവമുണ്ട്. നമ്മളെല്ലാവരും ഒന്നാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രരാകുന്നു. വാവ്, സത്യമാണ് സർ. വെൽ ദാറ്റ്സ് ട്രൂ സർ. നെക്സ്റ്റ് മീറ്റിംഗിന് വേണ്ടി നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. സോ വിൽ ഹാവ് ടു സ്റ്റാർട്ട് ദ മീറ്റ്. ഈ ദിവസം അനൗൺസ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്, എനിക്ക് ഒരുപാട് ഉത്സാഹമുണ്ട്. ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞ വാക്കുകളെ ഓർമ്മിച്ച് ഇന്ന് ഈ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യാൻ പോവാണ്. മീര, കോൺഫറൻസ് ഹോളിൽ കാണാം. ഷുവർ സർ, ഐ വിൽ ബി ദേർ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സർ. പോകുമെന്ന് പറയുന്നുണ്ടല്ലോ സർ. ഇന്ന് സ്വാതന്ത്ര്യ ദിനാഘോഷമല്ലേ, ഇവിടെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എനിക്ക്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഇറങ്ങിക്ക. ചരടോ, ഇത് എനിക്കെന്തിനാ? നീ എന്നെ എങ്ങനെ രക്ഷിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് കെട്ടിത്തന്നോ, അതുപോലെ ഞാനും ഇതിപ്പോ കെട്ടിത്തരാ. സത്യമായിട്ടും? സത്യമായിട്ടും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ അടുത്തുനിന്ന് പ്രോമിസ് വാങ്ങിയോ? ഇല്ല, ഞാനാണ് അവർക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. നീ പ്രോമിസ് ചെയ്തോ? എന്താ അത്? അമൂല്യയുടെ റിക്വസ്റ്റ് പ്രകാരം നീ എന്നെ എങ്ങനെയാണ് രക്ഷിച്ചത്, അതുപോലെ എന്റെ ശ്വാസം നിലയ്ക്കുന്നവരെ ഞാൻ അമൂല്യെ നോക്കിക്കോളാന്ന്. വേദാന്ത് ഓസ്ട്രേലിയയിൽ നിന്ന് കോൾ ചെയ്തിരുന്നു പറഞ്ഞത് നീയല്ലേ സുഹാസിനി? എന്തിനാ കള്ളം പറഞ്ഞത്? ഇത് നല്ല കഥയാണല്ലോ. അല്ല, ഈ നടന്നതിനൊക്കെ കാരണം ഞാനാണെന്നതുപോലെയാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി സംസാരിക്കേണ്ട നീ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. അവൻ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു, അത്ര തന്നെ. സുഹാസിനി, അയ്യോ, നിങ്ങളൊന്ന് വെറുതെ ഇരിക്കാമോ?
അവിടുന്ന് പുറപ്പെട്ടു എന്ന് പറയുന്ന വേദാന്ത് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. വേദാന്ത് വന്നു. വേദാന്തേ, എന്റെ പൊന്നുമോനെ, നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഒന്നും പറ്റിയില്ലല്ലോ? എനിക്കൊന്നും പറ്റിയില്ല മുത്തശ്ശി. മുത്തശ്ശി ഇപ്പൊ സമാധാനമല്ലോ, വരൂ. വേദാന്ത്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? നോ അച്ഛ, ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. വേദാന്ത്, എന്താ സംഭവിച്ചത്? എന്തൊക്കെയാ കേൾക്കുന്നേ? ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മേ, എനിക്കൊന്നും പറ്റിയില്ല അമ്മേ. ഞാൻ തിരിച്ചെത്തിയില്ലേ? ഇനി ടെൻഷൻ വേണ്ട. സോറി മോനെ, നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് യാതൊരു ക്ലൂ ഇല്ലായിരുന്നു. റിയലി സോറി. ഇറ്റ്സ് ഓക്കെ അച്ഛാ, ഡോണ്ട് വറി. ഞാനിപ്പോ സേഫ് ആയിട്ടല്ലേ ഉള്ളേ. വിക്കേന്റെ അടുത്ത് എല്ലാം പറഞ്ഞു വേദാന്ത്. ആ റാസ്കൽ കിഷന് അഗൈൻസ്റ്റ് ആയിട്ടുള്ളതെല്ലാം നമുക്ക് ചെയ്യാം. നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഓൾറെഡി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്രാവശ്യം ആ കിഷൻ രക്ഷപ്പെടില്ല. അവനൊരു കണ്ണുമൂക്കില്ലാത്തവനാ. നിങ്ങൾ സേഫായിട്ട് വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഈ സാഹിത്യം കിഷനും തമ്മിൽ എന്തോ ഒരു ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞാലോ? ഹായ് വേദാന്ത്, വെൽക്കം ബാക്ക്. നമസ്കാരം. നമസ്കാരം, സർ. നമസ്കാരം. എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. താങ്ക് യു സർ. താങ്ക് യു സർ. Same to you. ഇരിക്കെ. അനു, താങ്ക് യു. വളരെ സന്തോഷമുണ്ട് സർ. ഇൻഡിപെൻഡൻസ് ഡേക്ക് തന്നെ ഞങ്ങളെ വിളിച്ച് മീറ്റിംഗ് നടത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് സർ. സ്പെസിഫിക് ആയിട്ട് ഈ ദിവസം തന്നെ നിങ്ങൾ മീറ്റിംഗിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടാവണല്ലോ സാർ. മീരാജി എന്തോ പക്ക പ്ലാനായിട്ടാ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു, അല്ലേ മീരാജി? നോ നോ, ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ്. ആക്ച്വലി ഇന്നത്തെ മീറ്റിംഗിന്റെ അജണ്ടയെ പറ്റി എനിക്ക് ഒരു ക്ലൂ ഇല്ല. ഐ തിങ്ക് സർ ഹാസ് പ്ലാൻഡ് എ സർപ്രൈസ് ഫോർ us. ഐ ആം ക്യൂരിയസ് ടു. അതാ ഞാനും വിചാരിച്ചേ. എല്ലാ വർഷവും ഇതേ സമയത്ത് ആര്യ സാർ മുംബൈയിലല്ല ഉണ്ടാവാറ്. മുംബൈയിലോ? എന്തിന്? ഓ യാ, ആര്യ സർ ഇന്റർനാഷണൽ ബിസിനസ് അവാർഡ്സിന്റെ ജൂറി ആയിട്ട് എല്ലാ വർഷവും പോകാറുണ്ടായിരുന്നു. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇവന്റ് ആണ്, അതും നമ്മുടെ നാട്ടിൽ തന്നെ. അതിന് ആര്യ സാർ പോകുന്നത് തന്നെ നമുക്ക് അഭിമാനമുള്ള കാര്യമല്ലേ. ഈ വർഷം ഇവന്റ് ഒന്നുമില്ലേ സാർ? നടക്കുന്നുണ്ട്, പക്ഷേ എന്നെ ആരും അതിലേക്ക് വിളിച്ചില്ല. വാട്ട്? നിങ്ങളില്ലാതെ അവാർഡ് ഫംഗ്ഷൻ നടത്തുന്നോ? ഞാൻ മാത്രമല്ല, ഞാൻ അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്ത പേരുകളൊന്നും ആ ലിസ്റ്റിലില്ല. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് വിളിപ്പിച്ചത്. നമ്മളെല്ലാവരും ഒരു റേസിൽ ഓടിക്കൊണ്ടിരിക്കുക, പക്ഷേ നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ചിന്തയോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ആ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ തുടങ്ങുക. അതെങ്ങനെയാ സാർ?